വാൾ ഡിസൈന് നോക്കിയ നിങ്ങള് ഇത് ഇവൻ ചെയ്തതാണ്. ഇതിപ്പം ചെയ്തതാട്ടോ. ഈ വാളിലുള്ള എല്ലാ ഡിസൈനും ഇതിന്റെ വുഡ് കൊടുന്ന് ഇതെന്താ മെറ്റീരിയൽ എന്താ? PVC ബോർഡാണ്. PVC ബോർഡ്. എന്നിട്ട് ഇത് ഒരു സാധാ ചുവരായിരുന്നു അല്ലേ? ഇത് മനോഹരമാക്കി ഈ ഓഫീസ് ഡിസൈൻ ചെയ്തെടുത്തു. എന്താണ് എങ്ങനെയാണെന്ന് പറഞ്ഞെടുത്തു. എന്റെ പ്രേക്ഷകർക്ക് വേഗം പറയും ഒന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെയ്യുന്ന വർക്കൊക്കെ കണ്ട് അതിനുള്ള താല്പര്യം വന്നിട്ട്. എവിടുന്ന് വർക്ക് കണ്ടിട്ടുള്ളത്? ഞാൻ എന്റെ വീട്ടിൽ നിന്നും എന്റെ നിന്നൊക്കെ കാണും. പണിക്കാർ ജോലിക്കാർ ചെയ്യണത് കാണും. ഇവിടെ ഞാൻ കണ്ടത് സ്ലൈഡിംഗ് ഡോറാണ്. ഇതിന്റെ സംവിധാനമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ എങ്ങനെ ചെയ്തത്? എനിക്കൊരു ഐഡിയ കിട്ടില്ല. ഒന്ന് പറഞ്ഞു കൊടുക്കുക പറയും. ഇവിടെ ഒരു ആദ്യമുള്ള ഒരു വാതില് നമ്മള് അത് ഊരിക്കാണ്ട് വേറെ പീസ് വെച്ച് പൊന്തിച്ചാണ്ട് അതിന് ബോർഡ് ചെയ്താണ്. അപ്പൊ ഈ മേലത്തെ സംഭവം എങ്ങനെ ചെയ്തത്? ഭയങ്കര റിസ്ക് അല്ലേ? മേലത്തൊക്കെ നമ്മള് മാഷ് ഇട്ട് കണ്ട് ഉസ്താദ് ചാനൽ അടിച്ചു തരും. നമ്മള് ആദ്യം ഇത് ചുമരാണ്, ഇതൊരു ബോർഡാണ്. ചുമരുമ്പോ നമ്മൾ ഡ്രിൽ ചെയ്തിട്ട് സ്കോറിനുള്ള ഇതിട്ടിട്ട് പിന്നെ എന്ത് ചെയ്യും, സ്കോർ ചെയ്യും. അപ്പൊ ഒരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിമക്ക് അടുത്ത ബോർഡ് വെക്കാനുള്ള ചാലുണ്ടാവും. അതിമ ക്ലിപ്പ് ഇട്ട് കയറ്റിയാൽ ആ ഡിസൈനായി ക്ലിയർ ആയി വരും. ഡിസൈൻ വരും അല്ലേ? ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നോക്കി നിങ്ങള് ഈ ചെടികളും മറ്റു സംഗതികളൊക്കെ നിങ്ങൾ ഇതല്ലേ എന്താ ഇത്? നമ്മള് ഇതൊക്കെ ഉസ്താദ് കൊടുക്കുന്നതാണ്. മണി പ്ലാന്റ് പ്ലാന്റുകളൊക്കെ ഉസ്താദ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മള് സെറ്റ് ചെയ്യും. പിന്നെ ഇവന്റെ വേറെ വർക്ക് വാഷ് ബേസിന് മനോഹരമായി. ഇതെങ്ങനെ ചെയ്തു മോനെ? പെട്ടെന്ന് പറയാം. വാഷ് ബേസ് നമ്മൾ ഇതൊരു വേറെ ബോർഡാണ്, ഹാർഡ് ബോർഡ് പോലെ ഒരു ബോർഡാണ്. ഇതൊക്കെ PVC പൈപ്പാണ്. ഇതും PVC പൈപ്പ് ചെയ്താണ്. ഇതൊക്കെ ഉസ്താദ് പറഞ്ഞ ഉസ്താദ് ഒരു മോഡൽ ഇങ്ങനെ ഉസ്താദ് പറഞ്ഞാല് ചെയ്തോക്ക് കൊളാവോന്നൊന്നും പറയില്ല, ചെയ്തോക്ക്. ഇതെന്താ പോലെ ഈ ഇത് റീഡിംഗ് കോർണർ ആണ്. ഇതിനെ പറ്റി നമ്മള് പെയിന്റ് അടിച്ച് നമ്മൾ വെക്കേഷനിൽ ചെയ്യും. ഇവിടെ വെറുതെ ഇരിക്കുമ്പോ ഉസ്താദ് കുറച്ച് പെയിന്റ് ഉസ്താദ് പെയിന്റ് തരും. അപ്പൊ നമ്മള് ചെയ്യും കാലിഗ്രാഫിയും കാര്യങ്ങളും. നീ വരച്ചതൊക്കെ? കാലിഗ്രാഫിയും കാര്യം. പിന്നെ ചെറിയ വേറെ കാലിഗ്രാഫിന്റെ ആള് ഇവനും കാലിഗ്രാഫിയും ഒരു മാറ്റർ അടിച്ചെന്ന. പിന്നെ ആ ഭാഗത്തൊക്കെ ഇതൊക്കെ ഈ പ്രാവശ്യം ചെയ്ത കാര്യങ്ങൾ. ഇതാണ് ഇവിടുത്തെ അക്വറിയം. നമ്മള് അതെങ്ങനെ ഓഫീസ് ചെയ്ത ബോർഡ് തന്നെ നമ്മള് ഒന്നുകൂടെ കൊടുക്കാണ്ട് അതിന്റെ അടിഭാഗം ഒന്ന് സെറ്റ് ചെയ്തല്ലേ. നമ്മളെ ലാബ് വരുന്നത് ഇതൊക്കെ നമ്മള് പെയിന്റ് അടിച്ച ഉസ്താദും സഹായിച്ച്. മുഹമ്മദ് അഫീഫാണ് കുട്ടിയുടെ പേര്. 8ാം ക്ലാസ്സുകാരനാണ്. താനൂരിലാണ് വീട്. ഇപ്പോൾ പഠിക്കുന്നത് ചെറൂർ യത്തീംഖാനയിലാണ്. യത്തീംഖാനയിലെ ഒരു ഇൻമേറ്റാണ്. എത്ര കഴിവുണ്ടെന്ന് പറയുന്നത് ഇതൊക്കെ കണ്ടുപഠിച്ചതാട്ടോ. ഇത്തരം പ്രതിഭകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. പരിമിതികൾ, അതായത് ഒരുപാട് പ്രയാസങ്ങൾ അതിജീവിച്ചുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ ഒരു ഉന്നതിയിലെത്തിയിട്ടുള്ളത്. ചെറൂർ യത്തീംഖാന എന്ന് പറയുന്നത് ഇത്തരം കുട്ടികൾക്ക് വലിയ പ്രോത്സാഹനം കൊടുക്കുന്ന മലപ്പുറം ജില്ലയിലെ വലിയൊരു സ്ഥാപനമാണ്. അപ്പോൾ അഫീഫിന് നല്ലൊരു കയ്യടി കൊടുക്കട്ടോ. അവനെ പ്രോത്സാഹിപ്പിക്കുന്ന ഉസ്താദിനും മാനേജ്മെൻറ്റ് കമ്മിറ്റിക്കും